ഹലോ ഓൾ, PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ്. സോ PWD ഇലക്ട്രോണിക്സ് വിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ്. ഇതും സെയിം പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 578/2024 ആണ്. 29/1/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ എന്താണ് ഈ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റ്? ഞാൻ പറഞ്ഞു PWD ഇലക്ട്രോണിക്സ് വിങ്ങിൽ വരുന്നൊരു പോസ്റ്റാണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൻ്റെ തൊട്ട് താഴെ വരുന്നൊരു പോസ്റ്റാണ് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിപ്ലോമയാണ്, ഡിപ്ലോമ ഓർ ഹയർ. അതായത് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എന്നായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്വാളിഫിക്കേഷനായിട്ട് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈ ആം ഇന്നെലിജിബിൾ എന്ന് സെലക്ട് ചെയ്തിട്ട് BTech ആക്കി മാറ്റാം. BTechഉം ഡിപ്ലോമ ഇക്വാലൻ്റ് ആണെന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടെൻഡേറ്റീവ് ആയിട്ടുള്ള എക്സാം ഡേറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 2025 ടു നവംബർ 2025 ആണ് ഇതിൻ്റെ ടെൻഡേറ്റീവ് ആയിട്ടുള്ള എക്സാം ഡേറ്റ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 19 to 36 ആണ്. അതായത് 2/1/1988 ശേഷം ജനിച്ച എല്ലാവർക്കും ഇതിന് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 തൊട്ട് 79,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്, ബേസിക് പേ. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ അലൈഡ് ബ്രാഞ്ചസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇത് BTechകാർക്ക് പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നുണ്ടാവും. BTechകാർക്ക് പറ്റും, ഇക്വാലൻസി വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ എന്താണ് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റെ സിലബസ്? നിങ്ങൾ പ്രീവിയസ് സിലബസ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് സിലബസ് പ്രകാരം അതിൽ 100 മാർക്ക് 4 മൊഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പാസീവ് കമ്പോണൻസ് തൊട്ട് സെമി കണ്ടക്ടർ ഫിസിക്സും ഡയോഡും ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും അതുപോലെ എല്ലാ പവർ ഇലക്ട്രോണിക് കോമ്പണൻസും ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഒപ്പാം IC555 എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് വരുന്നത്. നോർമലി നമ്മൾ എല്ലാ എക്സാമിലും കാണുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രൊസസ്സർ പോലത്തെ ടോപ്പിക്കുകളൊന്നും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റിൽ ഇല്ല. അപ്പോൾ ഇതുപോലത്തെ സർക്യൂട്ട് പാർട്ടാണ് 25 മാർക്കിന് വരുന്നത്. അതുപോലെ തന്നെ 25 മാർക്കിന് വരുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അനലോഗ് കമ്മ്യൂണിക്കേഷൻ, AM, FM, PM പോലെ അനലോഗ് കമ്മ്യൂണിക്കേഷൻസ് ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ PAM, PWM, PPM, PCM, QPSK, BPSK എന്ന് പറഞ്ഞ കുറേ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുണ്ട്. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസ് പഠിക്കാനുണ്ട്, ഫുള്ളായിട്ടുള്ള ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ആൻറ്റിനാസ് പഠിക്കാനുണ്ട്, വേവ് പ്രൊപ്പഗേഷൻസ് പഠിക്കാനുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സിലബസ് ഇട്ടിരിക്കുന്നത്. അതിനും 25 മാർക്കാണ് വെയിറ്റേജ്. നെക്സ്റ്റ് 25 മാർക്ക് വെയിറ്റേജ് വരുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ശരിക്കും ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ മാർക്കാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ ഇല്ലയെന്ന് തീരുമാനിക്കുക. കാരണം കുറേ പേർക്ക് അറിയാത്തൊരു പാർട്ടായിരിക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 25 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. 25 മാർക്ക് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിൻ്റെ അടിമുടി പഠിക്കാനുണ്ട് അല്ലേ. സാറ്റലൈറ്റ് ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്, ജിയോ, ലിയോ, മിയോ എന്താണ്, അതുപോലെ എർത്ത് സ്റ്റേഷൻസ് എന്താണ്, എർത്ത് സ്റ്റേഷൻ റിസീവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, എർത്ത് സ്റ്റേഷൻ ട്രാൻസ്പോണ്ടർ എന്താണ്, പിന്നെ സാറ്റലൈറ്റിൻ്റെ സർവീസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലേ. ഓർബിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് സാറ്റലൈറ്റ്സിൽ. 25 മാർക്കാണ് സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. പിന്നെ വരുന്നത് സെല്ലുലാർ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ്. സെല്ലുലാർ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇവല്യൂഷൻ തൊട്ട് 1G, 2G, 3G, 4G നെറ്റ്വർക്ക് തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് FDMA, TDMA, അതുപോലെ തന്നെ GSM ആർക്കിടെക്ചർ, CDMA, അതുപോലെ സെല്ല്, ഫ്രീക്വൻസി റീയൂസ്, ഹാൻഡ് ഓഫ്, അങ്ങനെ ഒരുപാട് ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെയും വെയിറ്റേജ് വരുന്നത് 25 മാർക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കി ഒരു എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരേറ്റീവ്ലി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ശാസ്ത്രയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ തൊട്ട് മുന്നേ നടന്ന PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിൽ റാങ്ക് 1 ശാസ്ത്രയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അശ്വനി V. അതുപോലെ തന്നെ റാങ്ക് 3
മറിയം ബി. അതുപോലെ തന്നെ റാങ്ക് 5 ടിറ്റു ഫ്രാൻസിസ്. റാങ്ക് 6 ടോണി ജെ വർഗീസ്. അതുപോലെ തന്നെ റാങ്ക് 7 രാജി. അതുപോലെ തന്നെ റാങ്ക് 16, റാങ്ക് 17, റാങ്ക് 18, റാങ്ക് 19 എല്ലാവരും ശാസ്ത്രയിലെ സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ SCയിൽ വന്ന റാങ്ക് ഇതും ശാസ്ത്രയിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് അഡ്വൈസ് വന്നു, കുറേ പേര് PWDയുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശാസ്ത്രയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും വെച്ച് മാത്രം പഠിച്ച സ്റ്റുഡൻസ് ആണ് ഇവരൊക്കെ. അവരെല്ലാവരും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ശാസ്ത്രയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് കോച്ചിങ് നമ്മൾ ജനുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനുമാണ്. അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ, അതായത് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം MCQ വരുന്ന രീതിയിലാണ് നമ്മളിതിനൊരു സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ 2025 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ എന്തായാലും എക്സാം ഉണ്ടാവും. നിങ്ങൾ ഇപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോസ്റ്റാണ് PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം. കറക്റ്റായിട്ടുള്ള ശാസ്ത്രയുടെ കോച്ചിങ്ങും അതിൻ്റെ വീഡിയോ കണ്ടൻസും മോക്ക് ടെസ്റ്റുകളും കിട്ടിയാൽ തന്നെ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് അറിയാൻ. നമ്മൾ ഇത്തവണ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക്ലെറ്റും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സോ ജോയിൻ ശാസ്ത്ര.